ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അരുൺ ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെയും ഫോണിൽ സംസാരിച്ചും കൊണ്ടും വരുന്ന വീഡിയോ സച്ചി റെക്കോർഡ് ചെയ്യുവാണ്. എന്നിട്ട് അരുൺ മെഡിസിൻ മേടിച്ച് മെഡിക്കൽ ഷോപ്പിലോട്ട് അത്യാവശ്യമായിട്ട് പോയതായിരുന്നു അരുൺ. എന്നിട്ട് മെഡിസിൻ മേടിച്ച് വരുമ്പോഴേക്കും സച്ചി ഇക്കാര്യം പറഞ്ഞ് അരുണിനോട് ചൂടാവുന്നുണ്ട്. ഞങ്ങളെ നിയമം പഠിപ്പിക്കുന്ന നിങ്ങൾ തന്നെ നിയമം തെറ്റിച്ചാൽ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലേ എന്ന് സച്ചി ചോദ്യം ചെയ്യുമ്പോഴേക്കും അരുൺ അതൊന്നും പിടിക്കുന്നില്ലേ. അരുണും സച്ചിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ആ റോട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അരുൺ അത്യാവശ്യമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ വന്നതാണ് ൊന്നും പറഞ്ഞിട്ട് സച്ചി കേൾക്കുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ ഓരോ അത്യാവശ്യങ്ങൾ പറയാൻ ഓരോ ന്യായങ്ങളും കാണും. പക്ഷേ ഞങ്ങൾ അതൊന്നും പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലല്ലോ. നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലേ? നിയമപുസ്തകത്തിൽ എല്ലാവർക്കും നിയമം ഒരുപോലെയാ, അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിയമം, ഡ്രൈവർമാർക്ക് ഒരു നിയമം, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുമ്പോഴേക്കും അരുൺ അങ്ങനെ ദേഷ്യം കയറുവാണ്. അവസാനം അരുൺ സച്ചിനോട് ചൂടായിട്ട് പോകുന്നുണ്ട്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ, നീ എന്നെ ചോദ്യം ചെയ്യാറായല്ലേ, ഈ അരുൺ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ ഈ ചെയ്തതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അരുൺ പറയും, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോഴേക്കും സച്ചി ആ ദേഷ്യത്തിൽ നമ്മുടെ ഈച്ചനോട് പറയുന്നുണ്ട്, നോക്കിക്കോടാ ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് വൈറലാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി ആ വീഡിയോ ഷെയർ ചെയ്യുവാണ് സോഷ്യൽ മീഡിയയിൽ. ഈച്ച വേണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോൾ സച്ചി അതൊന്നും കേൾക്കാതെ ഷെയർ ചെയ്യുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുൺ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മെഡിസിൻ മേടിക്കാൻ പോയതായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് അമ്മയ്ക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റേഷനിൽ നിന്നും കോൾ വരുവാണ്, അരുൺ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അരുൺ ഓർക്കും, ഇതെന്താ ഞാനിന്ന് ലീവ് പറഞ്ഞതായിരുന്നല്ലോ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്, പിന്നെ എന്തിനാ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതെന്ന് ഓർത്തിട്ട് അരുൺ നേരെ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചല്ലേ. അപ്പോൾ എളുപ്പം തന്നെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ പുറത്തൊരു കോൺസ്റ്റബിളിനെ കാണുമ്പോഴേക്കും അരുൺ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ എന്നോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് കാണണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ വിളിപ്പിക്കാതിരിക്കും തന്നെ, അങ്ങനത്തെ കാര്യമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുണൊന്നും മനസ്സിലാവുന്നില്ലേ, താൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ സാർ ഇപ്പോൾ വരും, അപ്പോൾ നേരിട്ട് തന്നെ ചോദിച്ചറിഞ്ഞോ എന്നൊക്കെ പറയുവാണ്. ഇൻസ്പെക്ടർ വരുന്നതും അരുണിനോട് ചൂടാവുന്നുണ്ട്, താൻ എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുണിന് കാര്യം മനസ്സിലാവുന്നില്ല. കാരണം സച്ചി ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്തതൊന്നും അരുൺ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നമ്മളാണ് സാധാരണ റോട്ടിൽ കൂടി ഹെൽമെറ്റ് വെക്കാത്തവരെയും മൊബൈലിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുന്നവരേക്കും പിടിക്കുന്നത്, ഇതിപ്പോൾ എല്ലാ തെറ്റും താനാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അരുണൊന്നും മിണ്ടുന്നില്ലേ. സാർ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, താൻ എന്തിനാടോ ഹെൽമെറ്റ് ഇല്ലാതെ മൊബൈലും സംസാരിച്ച് വണ്ടി ഓടിച്ചെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അത് പിന്നെ സാർ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, അപ്പോൾ അത്യാവശ്യമായിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ മെഡിക്കൽ ഷോപ്പിലോട്ട് പോയതാന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇതേ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടോ, പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാറില്ലല്ലോ, അവരുടെ കയ്യിൽ നിന്നും ഫൈൻ ഈടാക്കും. പബ്ലിക് ചെയ്ത തെറ്റിന് ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ തെറ്റ് ചെയ്യാതെ ഇരിക്കണം. തനിക്കറിയില്ലടോ, തൻ്റെ ആ വീഡിയോ താൻ ഹെൽമെറ്റും ഇല്ലാതെ മൊബൈലും സംസാരിച്ച് വണ്ടി ഓടിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്, ഏതോ ഒരുത്തൻ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അരുണിന് മനസ്സിലാവുകയാണ് ഇത് സച്ചിയാണ് ഇതിൻ്റെ പിറകിലെന്ന്. എന്നിട്ട് ആ വീഡിയോ ഇൻസ്പെക്ടർ അരുണിനെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് സച്ചിനോടുള്ള ദേഷ്യം കൂടുവാണ്. എന്നിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അരുൺ സോറിയൊക്കെ പറയുന്നുണ്ട് ഇൻസ്പെക്ടറിനോട്, ഇനി ഞാൻ ഇതുപോലുള്ള തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, കമ്മീഷണർ ഓഫീസിൽ നിന്നും തനിക്ക് 3 ദിവസത്തെ സസ്പെൻഷൻ കൊടുക്കാനാ ഓർഡർ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അരുൺ അത് ഭയങ്കര സങ്കടവുമാണ്. സാർ ഞാൻ അങ്ങനെയൊന്നും ഹെൽമെറ്റ് വെക്കാതെയൊന്നും പോകാറില്ല പുറത്തോട്ട്, ഇതൊരു അത്യാവശ്യമായതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അതേടോ അത്യാവശ്യമൊക്കെ തന്നെയാണ്, താനൊരു നല്ല പോലീസുകാരനുമാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക പൊതുജനങ്ങൾ, അവരത് അപ്പോൾ വൈറലാക്കി തരും, ഇനിയെങ്കിലും ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ നോക്ക്, തന്നോട് ദേഷ്യമുള്ള ഏതോ ഒരുത്തൻ കാണിച്ച പണിയായത്, ഏതായാലും 3 ദിവസം താൻ പോയി വീട്ടിൽ റെസ്റ്റ് എടുക്കുമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ കമ്മീഷണർ ഓഫീസിൽ പോയി സംസാരിച്ചാലോ സാർ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, കമ്മീഷണർ ഓഫീസിൽ പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവിടെ കമ്മീഷണർക്ക് ഒരുപാട് ജോലികളുണ്ട്, തന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നും നേരം കാണത്തില്ല എന്നൊക്കെ പറയുവാണ്. താൻ തൽക്കാലത്തേക്ക് 3 ദിവസം പോയി റെസ്റ്റ് എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ അരുണിനെ സമാധാനിപ്പിക്കുവാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും അരുണിനോട് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എന്തായി അരുൺ എന്ന് ചോദിക്കുമ്പോഴേക്കും 3 ദിവസത്തെ സസ്പെൻഷൻ കിട്ടിയെന്ന് പറയുവാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, 3 ദിവസത്തെ അല്ലേ, സാരമില്ല നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ഇത് ചെയ്തത് ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ ജോലിയിലെ ബ്ലാക്ക് മാർക്കായി ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല, വെച്ചിട്ടുണ്ട് ഞാൻ അവനിട്ടെന്ന് അരുൺ ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് അരുണിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ ദേവ് വരുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും കാണാൻ വേണ്ടി വരുവാണ്. അമ്മയും ദേവും കൂടി കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ദേവ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ കഴിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ദേവ്
പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ സമയത്തിന് കഴിച്ചൂടെ, അമ്മ മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, എപ്പോഴും ഞാൻ സമയത്താ കഴിക്കാറ്, കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. ഇന്നിപ്പോൾ അരുണുണ്ട്, അവൻ കഴിക്കാതെ എങ്ങനെയാന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ രണ്ടുപേർക്കും ഒന്നിച്ച് കഴിച്ചൂടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഒന്നിച്ച് കഴിക്കണം മോളെ, പക്ഷെ അവൻ വന്നപ്പോൾ തൊട്ട് എന്തോ നല്ല ദേഷ്യത്തിലാണ്. വന്ന പാടെ മുറിയിൽ കയറി വാതിലടച്ച് ഒറ്റ ഇരിപ്പാ. സാധാരണ ജോലിക്ക് പോയാൽ വൈകിട്ടാ വരാറ്, ഇന്ന് ദേ നേരത്തെ വന്നിരിക്കുന്നു, എന്താ കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വിഷമിക്കുവാണ്. ഞാൻ 2-3 പ്രാവശ്യം മുറിയിൽ പോയി വിളിച്ചു നോക്കി, അവൻ വരുന്നൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനും കൂട്ടാക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, വാ അമ്മേ നമുക്ക് പോയി ചോദിക്കാം. അമ്മ പോയി അരുണേട്ടനെ വിളിച്ചിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും അമ്മ പോയി അരുണിൻ്റെ മുറിയിൽ പോയി പറയുന്നുണ്ട്, അരുണേ, ദേവ് വന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേന്ന് പറയുമ്പോഴേക്കും അരുൺ മുറിയിൽ നിന്നും പുറത്തോട്ട് വരുവാണ്. എന്താ അരുണേട്ടാ, മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. ഭക്ഷണം എന്താ കഴിക്കാത്തേ, അമ്മയ്ക്ക് സമയത്ത് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ കഴിക്കാൻ പറഞ്ഞതാ, കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അതെങ്ങനെ അമ്മ കഴിക്കും, മകൻ ഇവിടെ വിശന്നിരിക്കുമ്പോഴേക്കും അമ്മ കഴിക്കുമോ, അരുണേട്ടനും വാ ഒന്നിച്ച് കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ദേവു, എനിക്ക് വിശപ്പില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട്, അരുണേട്ടാ എന്താ പ്രശ്നം, അരുണേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്ന്, എന്താ കാര്യം, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ജോലി സ്ഥലത്തെ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ അതേന്ന് പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഓ എനിക്ക് തോന്നി അപ്പോഴേ, അരുണേട്ടാ ജോലി സ്ഥലത്തെ ടെൻഷനും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് വരണം, ഇവിടെ വീട്ടിൽ അരുണേട്ടൻ ഈ അമ്മയുടെ മകനാ, അപ്പോൾ അമ്മ പറയുന്നത് കേൾക്കണം എന്നൊക്കെ ദേവ് ഉപദേശിക്കുന്നുണ്ട് അരുണിനെ. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, എനിക്ക് 3 ദിവസത്തെ സസ്പെൻഷൻ കിട്ടി ദേവു, ആ ഒരു മൂഡ് ഓഫിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്നൊക്കെ വിക്കി പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോനെ പറയുന്നത്, 3 ദിവസത്തെ സസ്പെൻഷനോ, മോൻ ജോലിയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളല്ലേ, പിന്നെ എന്തിനാ സസ്പെൻഷൻ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അരുണേട്ടൻ സത്യസന്ധനായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ, അന്ന് ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചപ്പോൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഫൈൻ മേടിച്ചു, അങ്ങനെയുള്ള അരുണേട്ടൻ എന്തിനാ സസ്പെൻഷൻ എന്നൊക്കെ ദേവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഒരാൾ കാരണം ആ ദേവു എനിക്ക് ഈ സസ്പെൻഷൻ കിട്ടിയത്, ഒരു റൗഡി കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവു ചോദിക്കും, റൗഡിയോ, 2 പ്രാവശ്യം അവൻ ചെയ്ത തെറ്റിന് ഞാൻ ആക്ഷൻ എടുത്തായിരുന്നു, സമയം കിട്ടിയപ്പോൾ അവസരം കിട്ടിയപ്പോൾ അവൻ അത് മുതലാക്കി എന്നൊക്കെ പറയുവാണ്, എന്നോടുള്ള ദേഷ്യം തീർത്തതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കും, ആ റൗഡി എന്തിനാടാ നിന്നോട് ദേഷ്യം തീർക്കുന്നേ, അയാൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേമേ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുമായിരുന്നു, അവനത് മുതലാക്കി എനിക്ക് സസ്പെൻഷനും മേടിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, സസ്പെൻഷൻ കിട്ടാൻ വിധം അരുണേട്ടൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, രാവിലെ അമ്മയ്ക്കൊരു തലകറക്കം പോലെ ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ടെൻഷനിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ ഹെൽമെറ്റ് ഒന്നും വെച്ചില്ല, ഒരു എമർജൻസി കോൾ വന്നപ്പോൾ ഫോണിലും സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത്, അത് അവൻ റെക്കോർഡ് ചെയ്ത് വൈറലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അരുൺ. ആ വീഡിയോ കാരണമാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടിയതെന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട്, അരുണേട്ടന് കാര്യം പറഞ്ഞുകൂടായിരുന്നോ, എമർജൻസി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ആര് കേൾക്കാനാ ദേവു എന്ന് പറയുവാണ്. അപ്പോൾ ദേവ് ചോദിക്കും, വീഡിയോ ഒക്കെ എടുത്ത് ഇതുപോലെ വൈറലാക്കണമെങ്കിൽ അയാൾ വല്ല സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാണോ എന്ന് ദേവു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അതൊന്നും അല്ല ദേവു, അവനൊരു റൗഡിയാ, അവനൊരു ക്രിമിനലാ, എന്നോടുള്ള ദേഷ്യം തീർത്തതാന്നൊക്കെ അരുൺ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇതുവരെ ഒരു ബ്ലാക്ക് മാർക്ക്, ഒരു ചീത്ത പേര് പോലും എൻ്റെ മോന് സർവീസിലിരിക്കുമ്പോൾ കിട്ടിയിട്ടില്ല, ഇതാദ്യമായിട്ടാണ് എൻ്റെ മോന്, അതും സസ്പെൻഷനും കൂടി ആയപ്പോൾ എൻ്റെ മോൻ എന്തോരം വിഷമിക്കുണ്ടാവുമെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ അരുണിന് സങ്കടമാവുകയാണ്. അപ്പോൾ ദേവു അരുണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, അരുണേട്ടൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, അതിനിങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, ഇപ്പോൾ എന്താ പ്രശ്നം, 3 ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല, അതിലൊരു നല്ല വിഷയം കൂടി ഇല്ലേന്ന് പറയുമ്പോഴേക്കും അരുൺ പറയും, നല്ല വിഷയമോ, അതെന്താ, അരുണേട്ടനല്ലേ എപ്പോഴും പറയാറ് അമ്മയുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല, അമ്മയുടെ കൂടെ എവിടെയും പോകാൻ പറ്റുന്നില്ല എന്ന്, ഈ 3 ദിവസം അതിനു വേണ്ടി ഉപയോഗിച്ചൂടെ, ഈ 3 ദിവസം അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അമ്മയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോയി എൻജോയ് ചെയ്യാറുണേട്ടാ എന്നൊക്കെ പറയുവാണ്. 3 ദിവസം വെറുതെ വിഷമിച്ച് കളയല്ലേ, ഈ 3 ദിവസം അമ്മയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് മാറ്റി അരുണേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ ആലോചിച്ച് പറയുന്നുണ്ട്, ശരിയാ ദേവ് പറഞ്ഞത്, ഞാൻ ഇതേപ്പറ്റി ആലോചിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, നമുക്ക് എന്ത് സംഭവിച്ചാലും അതിലെന്തെങ്കിലും പോസിറ്റീവും കൂടി ഉണ്ടാവും, അതിൻ്റെ നെഗറ്റീവ് മാത്രം കണ്ട് നമ്മൾ ജീവിതം തള്ളി നീക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേവ് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അരുണിനെ. അരുൺ അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനവും ആശ്വാസമൊക്കെ തോന്നുന്നുമുണ്ട്. അങ്ങനെ ആ സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാണ് ദേവു. അരുണിൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് റിലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് ദേവു. അത് കഴിയുമ്പോഴേക്കും അരുണും ആശ്വാസമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെയുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചി ഭയങ്കര സന്തോഷത്തിലാണേ.
രേവതി എന്താ സച്ചിയേട്ട ഇത്ര സന്തോഷം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, രേവതി ഈ എന്നിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരൻ്റെ അയാൾക്കിട്ട് ഞാനൊരു പണി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പോൾ സച്ചി പറയും, പിന്നെ നമ്മളെ നിയമം പഠിപ്പിക്കുന്ന പോലീസുകാരനെ നിയമം തെറ്റിച്ചാലോ, ഇപ്പോൾ ആ വീഡിയോ വൈറലായി അയാൾക്ക് സസ്പെൻഷനും കിട്ടിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാലും സച്ചിയേട്ടാ ഒരാൾ ഫോണിൽ സംസാരിച്ച് അത്യാവശ്യമായിട്ട് മെഡിക്കൽ ഷോപ്പിലോട്ട് പോകുമ്പോഴേക്കും എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ച് ചീത്ത പറയുന്നുണ്ട് രേവതി. മനസ്സിനുള്ള ദേഷ്യം വെച്ച് ഒരാളോട് പക വീട്ടുന്നതൊന്നും ശരിയല്ല സച്ചിയേട്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണ്. നീ എന്താ രേവതി പറയുന്നത്? അയാൾ നമ്മളോട് കാണിച്ച ദ്രോഹമൊക്കെ നീ മറന്നുപോയോ? ഇവിടെ വന്ന് ഈ കാര്യം പറയുമ്പോൾ നീ എന്നെ അഭിനന്ദിക്കുന്ന ഞാൻ ഓർത്തത്, നീ എന്നെ ചീത്ത പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട ഒരാളോട് നമുക്ക് ദേഷ്യമൊക്കെ തോന്നാം, പക്ഷെ പക വീട്ടുന്ന അളവിലോട്ട് പോകരുത്. സച്ചിയേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അയാൾ എന്ത് അത്യാവശ്യത്തിനാണ് മെഡിക്കൽ ഷോപ്പിൽ പോയതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി പിന്നെ അവിടെ വഴക്കിടുവാണേ. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.